ഹലോ ഗൈസ്, നമ്മളിന്ന് കുറച്ച് റിയാക്ഷൻ വീഡിയോ ആയിട്ട് വന്നതാണ്. ഫസ്റ്റ് തന്നെ ഓവർ കലാബല എന്ന് പറഞ്ഞ വർത്താനം പറഞ്ഞാണ് നിങ്ങളെ ചടപ്പിക്കണില്ല. ഫസ്റ്റ് തന്നെ നേരെ നമുക്ക് വീഡിയോയിലേക്ക് കിടക്കാം. അതിന്റെ മുമ്പ് പറയാനുള്ള എന്താ വെച്ചാല് 2025 കഴിയാൻ പോവാണല്ലേ. നമ്മൾ വീഡിയോ ഒക്കെ ഇടല് തുടങ്ങിയിട്ട് 1.5 കൊല്ലമായെങ്കിലും ഈ 2025 എനിക്ക് പേഴ്സണലി നല്ല ഒരു കൊല്ലമായിട്ടാണ് ഞാൻ കണക്കൂട്ടുന്നത്. ഭയങ്കര അടിപൊളി വർഷേനി. 2026 എങ്ങനെയാണെന്നൊന്നും അറിയില്ല, പഠിച്ചോങ്ക് അറിയാം, ഒന്നും നമുക്ക് പറയാൻ പറ്റൂല അല്ലേ. അപ്പൊ നമുക്ക് ഏതായാലും റിയാക്ഷൻ വീഡിയോയിലേക്ക് കിടക്കാം. 2025 ഇതേമാതിരി കഴിഞ്ഞ് 2026 നല്ലപോലെ ആവട്ടെ. എന്റെ വീഡിയോ കാണുന്ന എല്ലാവർക്കും വേണ്ടി ഞാൻ ദുആ ചെയ്യാണ്. പഠിച്ചോനെ, എന്റെ ഈ വീഡിയോ കാണുന്ന എല്ലാവരും 2026 എല്ലാരും റിച്ച് 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 ആക്കണേ പഠിച്ചോനെ, ആമീൻ. പിന്നെ വേറൊരു ദുആം കൂടി. പഠിച്ചോനെ, ഈ 2025 എന്റെ വീഡിയോ ഒക്കെ കണ്ട് എന്നെ സബ്സ്ക്രൈബ് ചെയ്ത് എന്റെ വീഡിയോ ഒക്കെ ഡെയിലി കാണുന്നവർക്ക് ഉന്നത വിജയം നൽകണേ തമ്പുരാനെ, ആമീൻ. അപ്പൊ ഞാൻ ദുആയിരുന്നു കേട്ടാ. എന്റെ വക ദുആ കാര്യങ്ങളൊക്കെ ഉണ്ട് എന്റെ ഫോളോവേഴ്സിന് വേണ്ടിട്ട്. ഓക്കെ, ഇനി ഒന്നും ചെയ്തില്ല എന്ന് പറയരുത്. ഓക്കെ, അപ്പം ഫസ്റ്റത്തെ വീഡിയോ എന്താണെന്ന് നോക്കാം. മറ്റേ ഇതെന്തോ കല്യാണാണ്. നിങ്ങൾ ശ്രദ്ധിച്ചണോന്ന് നിങ്ങൾക്കറിയില്ല. ഇല്ല, ഹിന്ദി നമ്മളെ നാട്ടിലത്തെ കല്യാണമൊക്കെ എങ്ങനെ ഉണ്ടായാലും അടിച്ച് പൊളിച്ച് ഫുള്ള് ചെക്കന്മാര്, ഡാൻസ്, പാട്ട്, പരിപാടി, അലിൻജോസ് പെരേര, കിംബോയി, പിന്നെ ആറാട്ടണ്ണന് ഫുൾ പരിപാടിയല്ലേ. ഈ നോർത്തത്തെ കല്യാണമൊക്കെ നിങ്ങൾ ശ്രദ്ധിച്ചണ എന്തോ കട്ടിന്റെ അടിയിൽ നിന്ന് പിടിച്ച മാതിരിയുടെ അറ്റിങ്ങളെ കല്യാണം ഇങ്ങനെ നിൽക്കുകയോ കുറുക്കന്മാരെ മാതിരി. ഇപ്പൊ ഈ വീഡിയോയിൽ തന്നെ നോക്കിയാ രണ്ടാൾക്കാര് ഇതെന്തോ പേരിന് ആരോ പിടിച്ച് നടത്തണ മാതിരി ആ തോക്ക് പെണ്ണിന്റെ ആണ്ടി കൈമേലൊരു തോക്ക് കൊടുത്തിരുന്നു. എന്നിട്ട് അത് ഇങ്ങനെ എന്തോ പേരിന് കേട്ടി. അത് ശ്രദ്ധിച്ചു ഞങ്ങള് ഏത് കല്യാണത്തിനും ഉണ്ടാവും ഇങ്ങനെ നിക്കണ്, ഇങ്ങനെ എന്തോ പേടിച്ചൊക്കെ കട്ടിന്റെ അടിയിൽ നിന്ന് പിടിച്ച മാതിരി ഉണ്ടോ അബലറ്റിങ്ങളെ കല്യാണം കാണുമ്പോ. ബാക്കി നോക്കേ ഞാൻ എന്താ ഇതെന്താ ഉണ്ടാകുക, ഇനി വുകുവോ നിലത്തേക്ക് വുകുവോ എന്തെങ്കിലും ഉണ്ടായാൽ മതിയേനി. ഇല്ല, പ്രത്യേകിച്ചൊന്നുമില്ല. പ്രത്യേകിച്ച് മുഖത്ത് കല്യാണം കഴിക്കണേന്നുള്ള ഒരു ചെറിയ ആണിനും ഇല്ല, പെണ്ണും ഇങ്ങനക്കും ആണും ഇങ്ങനക്കും. ചില വീഡിയോ കണ്ടിട്ട് മോനെ ആരതൊക്കെ വീഡിയോ എടുത്ത് വിടണെന്ന പെണ്ണും കെട്ട ആർത്തിട്ട് എന്തോ ഈ മറ്റേ പോത്തിനൊക്കെ അറക്കാൻ കൊണ്ടുപോകില്ല നമ്മള്. പോത്തിന് മനസ്സിലായി ഉണ്ടാവും എന്നെ അറക്കാൻ കൊണ്ടുപോകാന്ന്. അപ്പൊ പോത്ത് കളിക്കില്ലൊരു കളി, അതേമാതിരത്തെ ഒരു കളി ഉണ്ടാവും മോനെ ചില ഹിന്ദിക്കാരെ വീഡിയോയില്. ഇല്ല, ഞാൻ ഒന്നായിട്ട് പറയില്ല, ഞാൻ അടുത്ത വീഡിയോ കാണാം. വീഡിയോ കാണുമ്പോൾ നമുക്ക് ഇങ്ങനെ കണ്ടാണ്ട് മനസ്സിലാക്കണ ഒരു വേറെ തന്നെ ലുക്കാണ്. അപ്പൊ നമുക്ക് കണ്ടാണ്ട് മനസ്സിലാക്കാം, അല്ല നല്ലേ. ഹായ് ഫ്രണ്ട്സ്, ഇപ്പൊ എനിക്കൊരു കമന്റ് തന്നിട്ടായിരുന്നു, നീ ചങ്കുറ്റോടെ മീസ പിരിച്ചതുകൊണ്ട് ആണാവില്ല, ഇവളിനെ ഒരു സേഫ്റ്റി ആയിട്ടുള്ള സ്ഥലത്ത് ഏൽപ്പിക്കുന്നത്, അതായത് വീട് നോക്കി ഏൽപ്പിക്കുന്നത്. ഇവളുടെ സേഫ്റ്റി എവിടെയാണെന്നറിയോ? വീടല്ല, ഈ നെഞ്ചത്ത്. മനസ്സിലായില്ലേ? ഇവളിന്റെ ബാക്കിൽ ആ പെണ്ണ് ഇരിക്കണ നോക്കിയാണ്. ആ പെണ്ണ് ഇപ്പൊ മനസ്സിൽ വിചാരിക്കണ്ടാവും ബാക്കിൽ ഇരുന്നാണ്ട് എരപ്പ ജാതി പെരേന്ന് മറ്റേ ചാടിച്ച് കൊണ്ടുവന്നാണ്ട് ഇപ്പൊ കെടുക്കാനൊരു റൂമും ഇല്ല, ഒന്നുമില്ല. എന്നിട്ട് നാട്ടുകാര് അതും ഇതും വിളിച്ചറിയുമ്പോ പെണ്ണിന്റെ സേഫ്റ്റി എവിടെയെന്നറിയോ? ഈ നെഞ്ചത്ത് എരപ്പ ജാതിയെ അങ്ങനെ മനസ്സിൽ വിചാരിക്കണ്ടാവും. ഫുള്ള് കണ്ടൊക്കെ ചെങ്ങായി ഏത് സാധനം അടിക്കണെന്ന് അറിയാത്ത. സേഫ്റ്റി എന്ന് പറയുന്നത് ഈ നെഞ്ചത്താണ്. ഇല്ല, ഒരു കുടില് കെട്ടിയിട്ട് അവിടെ ഇരുത്തിയിട്ടല്ല ഒരു സേഫ്റ്റി. ഒരു പെണ്ണിന്റെ ധൈര്യം, ചങ്കുറ്റം എന്ന് പറയാൻ അവളുടെ കൂടെ ഒരു ആണുണ്ടല്ലോ എന്നുള്ളതാണ് അവളുടെ സേഫ്റ്റി. മനസ്സിലായില്ലേ? അത് ശരിയാ ഇക്ക, കാക്ക, താത്ത, അല്ല ഏട്ടാ, അത് ശരി തന്നെയാണ്. പക്ഷെ ആ പെണ്ണിനൊരു പെര എടുത്ത് കൊടുക്കരുത് എന്നൊന്നുമില്ലല്ലോ. സേഫ്റ്റി ഇപ്പൊ നല്ലൊരു പെര എടുത്തിട്ടും സേഫ്റ്റി ഒക്കെ ഉണ്ടാക്കാം. അല്ലാതെ ഒരു പെണ്ണിനെ ചാടിച്ചു കൊണ്ടുവന്നിട്ട് റോഡ് സൈഡിൽ കെടുത്തിയാണ്ട് ഈ പെണ്ണിന്റെ സേഫ്റ്റി ഈ നെഞ്ചത്താണ്. ഈ നെഞ്ചുള്ളിടത്തോളം കാലം ഈ പെണ്ണിന്റെ സേഫ്റ്റി എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ അതിലൊരു ഇതില്ലല്ലോ. പിന്നെ വലുതൊന്നും ആരും കേക്കാൻ പോണൊന്നുമില്ല. എന്താ ഇപ്പൊ കാട്ടുക. പക്ഷെ പെണ്ണിനും ഭയങ്കര അക്സെപ്റ്റ് ചെയ്ത് പോകണ്ട കേട്ടോ. മറ്റേ ചെലോല് അറിയിച്ചൊന്ന് ചിലക്കാ പോയത്. പക്ഷെ വേറെ ഒരു പ്രശ്നമുണ്ട്. ഇത് ഇനിയിപ്പോ എല്ലാ ദിവസവും തന്നെ ആവും. എടി അന്റെ സേഫ്റ്റി ഇവിടെയാണ്, നമ്മൾ തെരുവിലിറങ്ങും, പക്ഷെ സേഫ്റ്റി നെഞ്ചുള്ളിടത്തോളം കാലം സേഫാണ്. എത്ര കാലം വെച്ച് പറയുന്നൊന്ന് നോക്കാം നമുക്ക്. നെഞ്ചൊക്കെ ഉണ്ടായാൽ മതിയേനി ആ ടൈമിലും. എന്താ കാട്ടുക.
ഞമ്മക്കിപ്പോ അതൊന്നും ആലോചിക്കേണ്ട ആവശ്യമില്ലല്ലോ. ഓലായി ഓല സന്തോഷം ഇത്ര ഉള്ളൂടാ. ഈ ഡൽഹിയിലൊക്കെ നമ്മളൊക്കെ ഇങ്ങനെ വിചാരിക്കും കുറെ പെരുണ്ടായാലും അതുണ്ടായാലും സന്തോഷം ഉണ്ടെന്ന. വേറൊരു വശം പറയാട്ടാ, ഇപ്പൊ വലിയ വലിയ ഫ്ലാറ്റ് ഉള്ള, അല്ല ഈ ലോകത്തെ ഏറ്റവും വലിയ പെരയുള്ള, അല്ല ഇന്ത്യയിലെ ഏറ്റവും വലിയ പെരയുള്ള അംബാനി ഇതാ. അംബാനിയാണ് പെണ്ണുങ്ങളെ കൈ ഇങ്ങനെ പിടിക്കുമ്പോ പെണ്ണുങ്ങൾ ഇങ്ങനെ തട്ടണ്. ഇഷ്ടമില്ലായിട്ട്, കാരണം പൈസ ഉണ്ടായിട്ട് കാര്യമില്ല. മറിച്ച് ഡൽഹിയിലൊക്കെ ചില തെരുവിൽ പോയൊക്കെയുണ്ട്, എന്തൊരു ചെറിയ ഓല് ചിരിക്കുന്ന ഒരു ചെറിയും അംബാനി ചിരിക്കുന്ന ചെറി പോയൊക്കെയുണ്ട്. എന്തൊരു ആശ്വാസത്തിൽ ഓലൊക്കെ ചിരിക്കണം. അപ്പം ഈ എന്താണ്, ശരിക്കും നല്ല വലിയ പെര വേണം അന്നൊന്നും ഇല്ല. സന്തോഷത്തിന് നമ്മളെ മനസ്സ് ഹാപ്പി ആയാൽ മതി. പക്ഷെ ഈ കേസ് വേറെയാണ് കേട്ടോ. ഈ കേസ് പെരയും കുടിയില്ല, എന്നിട്ട് ആരും എന്തേലും പറയുമ്പോ തന്നെ ഈ പെണ്ണിന്റെ സേഫ്റ്റി ഈ നെഞ്ചാണ്, ഈ നെഞ്ചുള്ളിടത്തോളം കാലം പെണ്ണിന്റെ സേഫ്റ്റി ഓക്കെ ആണ് എന്ന് പറഞ്ഞ് കുറെ കാലം, എത്ര കാലം നടക്കും നോക്കാം നമുക്ക്. നമ്മൾ ഈ കേരളത്തിൽ തന്നെ കണ്ടു അജിഞ്ഞ ആ പെണ്ണിനവിടെ എന്തേലും കാട്ടേണ്ടി, അപ്പൊ ഈ അൻസ് ഇറങ്ങിയാണ്ട് വരും. കാണിച്ചാൽ എനിക്ക് അവന്റെ സേഫ്റ്റി അല്ല. എന്തോ നോർത്തത്തെ എന്തോ ടൈപ്പ് ഓഫ് കല്യാണാണ്. ആ ചെങ്ങായി ഇരിക്കണുണ്ട്, ഈ പല്ലിക്കൊക്കെ ഷോക്ക് കുടുങ്ങിയായി ഇരിക്കണ, പല്ലൊക്കെ ഷോക്ക് അടിച്ച മാതിരി ഇരിക്കണുണ്ടാ ഇങ്ങനെ. കാരണം ഇവന്റെ എന്തോ കല്യാണാണ് തോന്നുന്നുണ്ട്. അതാണ് ഓന്റെ കൗത്തില് ഫുള്ള് നോട്ടുമാല. അല്ലാതെ ഇപ്പൊ ഓന്റെ നോട്ടുമാല കെട്ടിയെടുത്ത ഓനാരാ, മറ്റേ തങ്ങളോ അല്ലെങ്കിൽ എന്താ നബിദിനത്തിന് മറ്റേ ദഫ് വലിച്ചിട്ടൊന്നും ഇല്ലല്ലോ. അപ്പൊ ഈ നോർത്തിലെ കല്യാണങ്ങൾ ഇങ്ങനെയാടാ ഒക്കെ ഇങ്ങനെ തന്നെ. ഇത് ഇങ്ങനെ എന്തോ പിടിച്ച ഇങ്ങനെ കൂമ ഇരിക്കണായി ഇരിക്കുക, ഇങ്ങനെ ഇരിക്കണുണ്ടോ. എന്താ ഇവൽക്കൊക്കെ എന്താ പറ്റുന്ന. നെക്സ്റ്റ് ബാഡാക്കല്ലേ ബ്രോ, നല്ല നല്ല വീഡിയോസ് പറ്റേ. ഇത് വേറെന്തോ കല്യാണം വന്നിട്ട്, അതെന്താ ചെങ്ങായിന്റെ എന്താണ് ഒരു ചാപ്രി ചെങ്ങായി ആ പെണ്ണിന് എന്തോ കൊടുത്തണല്ലോ. ആ കല്യാണം കഴിക്കുന്ന ചെങ്ങായി ആണെങ്കിൽ വേറൊരു ചെങ്ങായി ആകെ 12 വയസ്സോളം തോന്നുന്നുണ്ട്. പെണ്ണിനെ കണ്ടിട്ട് ഒരു 10-30 വയസ്സുള്ള മാതിരിയുണ്ട്. ഇവന് ഇവിടുത്തെ എന്തോ ഷാറൂഖ് ഖാനാ വന്നിട്ടോ ഓലെ നാട്ടിലത്തെ. ഓൻ വന്ന് ഡാൻസ് കളിക്കുന്നതോ. ഇവനൊക്കെ നമ്മളെ നാട്ടിലുണ്ടെങ്കിലേ നല്ല രസമുണ്ടേനി. പഠിച്ചവനെ, എന്റെ വെല്ലിപ്പൻ എന്തായാലും നമ്മളെ കേരളത്തിൽ ജനിപ്പിച്ച എത്ര നന്നായി എന്നറിയാം. അല്ലെങ്കിൽ ഇതേമാതിരി എന്റെ കല്യാണത്തിന് ഞാൻ ഉണ്ടാവും. ഇതേമാതിരി ഏതെങ്കിലും അണ്ണാച്ചകളായിട്ട് ചെങ്ങായിന്റെ തലയിൽ ഇങ്ങനെ തൊട്ടിട്ട് എന്നിട്ട് ഓന്റെ ഡാൻസും കണ്ടു പോവാ. പിന്നെ എന്തായാലും വെല്ലിപ്പന്റെ കബറിലൊക്കെ എന്നും പോണട്ടെ, കബറിങ്ങ പോണം. കാരണം നമ്മളെ വെല്ലിപ്പ നമ്മളെ കേരളത്തിലാ പെരെടുത്ത്, അല്ലാതെ ഈ നോർത്ത് ഇന്ത്യയിലോ ബീഹാറിലോ ഒന്നും അല്ല. വെല്ലിപ്പ ഇഷ്ടടാ വെല്ലിപ്പ. നെക്സ്റ്റ് പഠിച്ചോനെ, എല്ലാവർക്കും ഓരോരോ സ്കില്ല് കൊടുക്കടാ. ഓൻക്ക് ആ സ്കില്ല്, എനിക്ക് വേറൊരു സ്കില്ല് ഉണ്ടടാ. ഈ മറ്റേ നമ്മളെ പൂവങ്കോയിന്റെ ശബ്ദം ഉണ്ടാക്കാം, ഞാൻ കാണിച്ചിരട്ടാ. അങ്ങനല്ല, സാധാരണ ഞാൻ ഉണ്ടാക്കലുണ്ട്. പക്ഷെ ഇപ്പൊ എന്താ അറിയില്ല, ഇപ്പൊ രാത്രിയാണ് ഞാൻ വീഡിയോ ചെയ്യണത്. അപ്പൊ രാത്രി ആയതുകൊണ്ടാ തോന്നുന്നുണ്ട്. സാധാരണ ഞാൻ ഉണ്ടാക്കലുണ്ട് രാവിലെ. അതേമാതിരി ഓർക്ക് ഏതോ ജീവിന്റെ സൗണ്ട്. അതൊക്കെ പഠിച്ചോനെ ഓരോരുത്തർക്ക് ഓരോ സ്കില്ലാ കൊടുക്കുക. ഇപ്പൊ ഞാന് വ്ളോഗ് ഉണ്ടാക്കണേ, ഇവന് ആ സൗണ്ട്. പിന്നെ എനിക്ക് എക്സ്ട്രാ കഴിവ് ഇതുണ്ട്. അങ്ങനെ ഓരോരുത്തർക്ക് പഠിച്ചോന്റെ ഓരോ പഠിച്ചോന്റെ ഓരോ. നെക്സ്റ്റ് അത് അടിപൊളിയായി. കാരണം എന്താ വെച്ചാല് ചെങ്ങായി നായിനെ പിടിച്ച് ഫസ്റ്റ് ഊന്നാക്കി. അപ്പൊ നായി വിചാരിച്ച് ഇതെങ്ങനെ, ഇത് ഞാൻ ഉണ്ടാക്കുന്ന സൗണ്ട് അല്ലേ, അല്ലെങ്കിൽ അപ്പുറത്തെ ഗ്രാമത്തിലുള്ള നായി സൗണ്ട് ഉണ്ടാക്കുമ്പോ ഞാൻ ഉണ്ടാക്കണ്ടല്ലേ. അപ്പൊ ഞാൻ അപ്പുറത്തെ ഗ്രാമത്തിലത്തെ നായി ഇവനാണോ, അതിങ്ങനെ സംശയിച്ചിരുന്നു. അപ്പൊ 2 വട്ടമാക്കി. 3ാമത്തെ പ്രാവശ്യം പിന്നെ നായും തുടങ്ങി. ഓൻ അവിടുന്ന് പോടാന്ന് വിളിക്കാവുന്നല്ലേ. അപ്പൊ ഇവന് എന്താടാ, ഇവന് പോടാ എന്താടാ. ഓരോ ചിലപ്പല്ലേ ഇത് ശീലായിണ്ടാവോ. ചെങ്ങായി ഇങ്ങനെ എന്നും കേൾക്കല്ലേ ഈ മറ്റേ കുറുക്കന്മാരെ സൗണ്ട്. അപ്പൊ കേട്ട് പഠിച്ചതാവും. മനുഷ്യന്മാരല്ലടാ, മനുഷ്യന്റെ ഓരോ കൈവേ മാഷാഅല്ലാ നന്നായി വറ്റെ. നെക്സ്റ്റ് കണ്ടിട്ട് തന്നെ ടെൻഷൻ ആവണടാ. ഞാൻ നേരത്തെ പറഞ്ഞില്ലേ, നോർത്തുള്ള പോലെ കല്യാണത്തിനെ കുറിച്ച്
നമ്മളെ നാട്ടിലൊക്കെ എന്താണ് പെണ്ണുങ്ങള് കല്യാണം കഴിക്കുന്ന ടൈമിൽ കരയലുണ്ട്. അത് മറ്റേ പാട്ടൊക്കെ ഇട്ടിട്ട് ആകാശത്തെ നാപ്പാക്കുറേ അത് കടൽ നാപ്പാക്കുറേ, ആ പാട്ടൊക്കെ ഇട്ടിട്ട് ഒരു സ്റ്റാൻഡേർഡ് കരച്ചിലുണ്ടാവുക. വാപ്പനെ അങ്ങനെ കെട്ടിപ്പിടിക്കണം, ഞാൻ പോട്ടെ വാപ്പ, ജിമ്മനെ കെട്ടിപ്പിടിച്ച് ഞാൻ പോട്ടുമ്മ. ഇത് അങ്ങനെയൊന്നല്ല. ഇത് ഈ മറ്റേ ഞാൻ നേരത്തെ വീഡിയോന്റെ ഫസ്റ്റ് പറഞ്ഞ മാതിരി ഈ വലിയൊരുനാളിന് പോത്തിനൊക്കെ ആടിനൊക്കെ ഇറക്കാൻ പോകുമ്പോ ഇതേമാതിരിയെ കൊണ്ടുപോവാ. ആർക്കാണ് ഇനി എന്തോ ഇനിയൊരു ജീവിതമല്ല, ജീവിതം ഇവിടെ വെച്ച് കഴിഞ്ഞ് നീ ചാവാൻ പോവാന്നുള്ള രീതിയിൽ കരുണൊക്കെയാണ്. എന്താലേ നാട്ടുകാരെല്ലാരും പിടിച്ച് വലിച്ചൊറ്റിങ്ങളെ കൊണ്ടുപോകും. ഒറ്റിങ്ങളോട് പെരേന്ന് പോവായിട്ട് അങ്ങനെ ഒരു പ്രത്യേക തരം കരിച്ചിലൂലേ. ഞാനൊക്കെ അവിടെ വേണേനടാ. ഞാനെന്താ ഇതൊക്കെ ഇങ്ങനെ ശരിക്കും ലൈവായിട്ട് കാണണം. ഞമ്മക്ക് എന്താ വീഡിയോ ആയിട്ട് കാണാൻ മാത്രമുള്ള ഭാഗ്യമുള്ളല്ലോ. നെക്സ്റ്റ് पैसा नहीं है। अरे देना। अरे पैसा नहीं है। दिखाओ। नहीं रहने दो ऑनलाइन है। ऑनलाइन है दिखाओ। അത് അടിപൊളിയായി. ഇറ്റിങ്ങൾ ഫസ്റ്റ് തന്നെ പിടിച്ചാണ്ട് ഇത് സംഭവം ഇന്ത്യക്കാർ ഇങ്ങനത്തെ ഓരോ ടൈപ്പ് ഓഫ് ഇതാ ചെയ്യാം. ഇന്ത്യക്കാരെ പ്രാങ്ക് കാണാം. നമ്മ മലയാളീസ് ഒന്നും ഒന്നല്ല, നമ്മളെ മലയാളീസിന്റെ പ്രാങ്ക് കാണാം. ഹലോ നിന്നെ ഞാൻ പറ്റിക്കട്ടെ എന്നൊക്കെ പറഞ്ഞിട്ട് കുറെ ഞാൻ ഇതിനു മുമ്പ് വീഡിയോ കണ്ടവർക്ക് മനസ്സിലാവും. ഇന്ത്യക്കാരെ പ്രാങ്ക് മോനെ. ഓരോ വയസ്സന്മാരുണ്ടാവും ഇങ്ങനെ കസാൽമലൊക്കെ ഇരിക്കും, ഒറ്റങ്ങളൊക്കെ പിടിച്ച് ഇങ്ങനെ കറക്കും. ഇത് വെറൈറ്റി സാധനം കേട്ടോ. കാരണം എന്താ വെച്ചാല് ഈ അമ്മ വീഡിയോയിലൊക്കെ ഉള്ള മാതിരത്തെ ലീലാമണീനെ പിടിച്ചിട്ട് ഫസ്റ്റ് ലീലാമണി ഉമ്മക്ക് വെക്കടറ്റിങ്ങള് കറക്റ്റ് ഉമ്മ വെച്ച് എന്നിട്ട് അരയിൽ എവിടെയെന്ന് വിളിച്ചല്ല. എവിടെന്ന് പറഞ്ഞ ഒരു തെറിയാണ്. നമുക്ക് കത്തുന്നവൾക്ക് കത്തും. മലയാളത്തിൽ നമ്മള് ആ തെറി പറയില്ല. അതാണ് മറ്റേ ഹിന്ദിയില്. അതറിയാത്തവർക്കൊന്നും ഉണ്ടാവില്ല. ഇനിയിപ്പോ ഈ വീഡിയോ കാണാൻ വിചാരിക്കുക ഇതൊന്ന് പോടാ വല്ലേ ഹിന്ദിക്കാരോ വിചാരിക്കുക. അങ്ങനെ വിചാരിക്കണ്ട. അറിയാത്തവർക്ക് വേണ്ടി പറയട്ടെ. നമ്മ എപ്പോഴും നോളജ് ഷെയർ ചെയ്യണമെന്നല്ല. അത് ഞാൻ അറിയണമല്ലായിരുന്നു. അല്ലെ ഇതൊക്കെ നോളജ് ഒന്നല്ല. എന്നിട്ട് എന്താണ് പൈസ ഇല്ല എന്ന് പറഞ്ഞപ്പോ ഇതിങ്ങനെ പൊന്തിക്കാൻ പോയി. അപ്പൊ പൈസ ഉണ്ട് ഗൂഗിൾ പേയില് മറ്റേത് കാണിച്ചു കൊടുക്കണം. അടിയിൽ ഇതുണ്ടാവും. ഞാന് എന്റെ റീല് കണ്ടണോ അറിയില്ല, നിങ്ങള് ലീലാമണി ഫ്രം നാഗാലാൻഡ് കണ്ടണം. അതിലില്ലേ ഇവിടെ സ്കാനർ വെച്ചാണ്. അതേമാതിരി അതിന്റെ വേറെ ടൈപ്പ് ഓഫ് കോപ്പി സാധനം. അടിയിൽ സ്കാനർ ഇവിടെ ഇങ്ങനെ തോക്കിട്ടാണ്ട്. നെക്സ്റ്റ് നമുക്ക് ആസാമിൽ കൂടെ പോകുമ്പോ കിട്ടിയതാണ് ലീലാമണി. കണ്ട എന്നെ ഭയങ്കര ഇഷ്ടപ്പെട്ടിട്ടാണ് പറഞ്ഞത്. ഈ മലയാളം കേരള വാല. യുവർ ഐസ് ഈസ് ബ്യൂട്ടിഫുൾ, ലിപ്സ് ഈസ് ബ്യൂട്ടിഫുൾ. ഈ റീല് നിങ്ങളെല്ലാവരും കണ്ടിട്ടുണ്ടാവും. എന്റെ റീല് ഞാൻ തന്നെ റിയാക്ട് ചെയ്യാണ്. സംഭവം എന്താ വെച്ചാലേ ഈ നാഗാലാൻഡ് പോയ ടൈമിൽ ഞാൻ അവിടുന്ന് കണ്ട ലീലാമണിയാണിത്. ഒരു വെറൈറ്റി സാധനം. ഞമ്മ എപ്പോഴും വെറൈറ്റീസ് കാണുമ്പോൾ ഞാൻ അപ്പം വീഡിയോ എടുത്തൊക്കെയുണ്ട്. കാരണം ഞാനൊരു വ്ളോഗറാണ്. ഞാൻ എപ്പോഴും വെറൈറ്റി തപ്പി നടക്കുന്ന ആളാണ്. ഇപ്പോൾ എവിടെ പോവാണെങ്കിലും ഞാൻ ഫോൺ എപ്പോഴും കൈമേൽ ഇങ്ങനെ ക്യാമറ ഓൺ ആക്കി വെക്കണം വെച്ചാല് നമ്മൾ മലയാളീസ് കാണാത്ത എന്തെങ്കിലും വെറൈറ്റി. ഇപ്പൊ ലീലാമണി എന്ന് പറഞ്ഞൊരു ഇപ്പൊ ട്രാൻസ്ജെൻഡേഴ്സ്, ഇപ്പൊ നമ്മൾ കാണുന്ന ട്രാൻസ്ജെൻഡേഴ്സ് എന്ന് പറഞ്ഞാല് ഭയങ്കര ആക്രമം, അത് ഇത് പൈസ, അത് ഇത് അങ്ങനെ ഒരു അതാണ് ഞാൻ ഇത്ര കാലമായിട്ട് കണ്ട ട്രാൻസ്ജെൻഡേഴ്സ്. പക്ഷെ ഈ ഒരു ലീലാമണി, ഐ മീൻ എന്റെ ഭാഷയിൽ ലീലാമണി, നിങ്ങളെ ഭാഷയിലുള്ള ട്രാൻസ്ജെൻഡേഴ്സ് ഭയങ്കര അടിപൊളി നല്ല ക്യാരക്ടറാണ്. നമ്മൾ കുറ്റം പറയരുത്. ഞാൻ വേറൊരു വീഡിയോ ഞാൻ ഇതിന്റെ ശേഷം പ്ലേ ചെയ്ത് തരാം. ഞാൻ ഭയങ്കരമായിട്ട് ഈ ട്രാൻസ്ജെൻഡേഴ്സിനെ വിമർശിക്കുന്ന വീഡിയോ. അതെങ്ങനെയാ വെച്ചാല് നമ്മൾ ഈ ഗുജറാത്ത് ഭാഗത്തു കൂടെ ട്രെയിനിൽ പോണ ടൈമില് ആകെ പൈസ 10 കൊടുത്തോലെ പിടിച്ച് ഫ്രഞ്ച് കിസ് അടിക്കുക, 20 കൊടുക്കാത്തോലെ പിടിച്ച് ഫ്രഞ്ച് കിസ്, 10 കൊടുത്തോലെ ആക്രമിക്കുക, ഫുള്ള് പൊന്തിക്കുക, അതാക്കുക, അടിക്കുക, കുത്തുക, മാന്ത, അങ്ങനെ ഒരു ടൈപ്പ് ഓഫ് ലീലാമണികള്. പക്ഷെ ഇപ്പൊ ഞാൻ കണ്ട ഈ നാഗാലാൻഡ് പോയ ടൈമിൽ ഞാൻ കണ്ടത് ഇത് ഞാൻ നല്ല പോലെ വീഡിയോ ചെയ്ത് നമ്മൾ അപ്പൊ അതിന്റെ ശേഷമാണ് എനിക്ക് മനസ്സിലായത് ഇങ്ങനെ ഒരു കമ്മ്യൂണിറ്റിനെ നമ്മൾ റെസ്പെക്ട് ചെയ്യൽ എങ്ങനെയാ വെച്ചാൽ ഓരോരുത്തരുടെ ക്യാരക്ടറിനനുസരിച്ച് നമ്മൾ റെസ്പെക്ട് ചെയ്യാം. അത് വിചാരിച്ച് നമ്മൾ ഈ ട്രാൻസ്ജെൻഡർ കമ്മ്യൂണിറ്റി ഫുള്ള് മോശമാണെന്ന് ഒരിക്കലും പറയരുത്. കാരണം എന്താ വെച്ചാല് ഇവരെ ഈ കമ്മ്യൂണിറ്റി ഓരോരുത്തർ നമ്മളോട് പെരുമാറുന്നതിനനുസരിച്ചാ ഇവരിത് നല്ലപോലെ എന്നോട് പെരുമാറി. ഞാൻ അതിനനുസരിച്ച് അതിന് പൈസയും കൊടുത്തിട്ടാ.
നല്ല ഇങ്ങോട്ട് വന്ന് ഡാൻസ് കളിച്ചെന്ന് മലയാളിയാന്ന് പറഞ്ഞപ്പോൾ ഒരു പ്രത്യേക തരം സ്നേഹം അങ്ങനെയൊക്കെ ആയിട്ട് ഒരു വെറൈറ്റി ക്യാരക്ടർ. ആളെ കണ്ടാൽ തന്നെ ഒരു വെറൈറ്റി ഇല്ലേ, അതേമാതിരി തന്നെ മൂപ്പര് സ്വഭാവം അടിപൊളി സ്വഭാവം, ക്യാരക്ടർ അടിപൊളി. ഞാൻ അടുത്ത വീഡിയോയിൽ കാണിച്ചു തരാൻ പോണത് എൻ്റെ ഒരു വ്ളോഗാണ്. ഞാൻ എൻ്റെ ഒരു അനുഭവം പങ്കുവെച്ചതാണ്. നമ്മൾ സോഷ്യൽ മീഡിയയിൽ നമ്മൾ ഈ വ്ളോഗ് എടുക്കണതിന്റെ ഗുണം എന്താ വെച്ചാല്, നമുക്ക് ഇനി നല്ല അനുഭവം ഉണ്ടെങ്കിലും മോശം അനുഭവം ഉണ്ടെങ്കിലും ഒക്കെ നമുക്ക് വീഡിയോ എടുത്തിട്ട് അതൊരു കഥ ആയിട്ട് അവതരിപ്പിച്ചിടാം. അതേമാതിരി ഞാൻ ഈ ലീലാമണി കമ്മ്യൂണിറ്റിന്റെ അടുത്തുനിന്ന് മോശമായിട്ട് എനിക്ക് കിട്ടിയ ഒരു അനുഭവം ഞാൻ കാണിച്ചുതരാം. നെക്സ്റ്റ് കാണു. ഹലോ ഗൈസ്, ഇന്ന് ഞാൻ ട്രെയിനിൽ സ്വസ്ഥമായിട്ട് ഇങ്ങനെ കാറ്റും കൊണ്ടാണ് കെടുക്കേനിട്ടാ. അപ്പോഴാണ് ട്രെയിനിന്റെ ഉള്ളിൽ ദേസറോബിതോ എന്ന് പറഞ്ഞാണ്ട് ലീലാമണി കയറി വന്ന് പൈസ കൊടുക്കാത്തോലൊക്കെ വില പിടിച്ചാണ്ട് ബലാത്സംഗം ചെയ്യണുണ്ടപ്പോഴേ ഞാൻ എന്നെ തൊട്ടിലിട്ടാണ്ട് ബലാത്സംഗം വിചാരിച്ചാണ്ട് മെല്ലെ അടിക്കാണ്ട് ഇറങ്ങി. അവിടെ എന്താ നടക്കണെന്ന് വെച്ചാലേ, ഗുജറാത്തിലുള്ള ഏതോ ഒരു തന്തപ്പിടിന്റെ മുമ്പ് പോയാണ്ട് ഓഫീസ് തുറന്നു കൊടുത്ത് അയാൾ എന്തോ ജീവുള്ള സാധനമാണോ നോക്കാൻ വേണ്ടി മേടി വെക്കി. ആകെ പ്രശ്നമായി. 20 റുപ്യ ചോദിച്ചാൽ 10 റുപ്യ കൊടുത്തിട്ടുണ്ടെങ്കിൽ ഫ്രീ ആയിട്ട് ഫ്രഞ്ച് കിസ് അടിക്കും. ഇനി 10 റുപ്യം കൊടുത്തില്ലെങ്കിൽ ഒരു പ്രത്യേക സ്ഥലത്ത് നമ്മളെ മൂന്ന പിടിച്ചാണ്ട് ക്ഷാന്ന് എഴുതിപ്പിക്കും. പൈസ കൊടുക്കാത്തോലെ മുമ്പിൽ ഇതേമാതിരി മടക്കുത്തിയാണ്ട് ഒരു നിവ്യന്റെ ബോളും 1 വയസ്സും 5 മാസമായ പന്നിക്കുട്ടിനെ മുണിങ്ങിയ മയത്തെ പള്ളയിട്ട് ഇങ്ങനെ നോക്കും മുമ്പിലെ. സത്യം പറഞ്ഞാൽ ഈ പ്രാവശ്യം നിങ്ങൾ എന്നെ നല്ല പീഡിപ്പിച്ചാണ്. അത്രക്കും ദേഷ്യമുണ്ട് എനിക്ക്. ഞാൻ ഇത്ര കാലം വിചാരിച്ചത് നിങ്ങൾ മലയാളീസിനൊന്നും ചെയ്യില്ല, ഇന്ത്യക്കാരെ മാത്രം ആക്കുള്ളൂ. പക്ഷെ ആ വർത്താനം ഒന്ന് നിർത്തുകയാണ്. എന്റെ ചങ്ങായിനോട് നേരെ പോയാണ്ട് ബീസ് റൊപ്പ് ചെയ്തേതോന്ന് പറഞ്ഞിട്ട് ഓൻ പറഞ്ഞ് പൈസ ആയിട്ടില്ല, ATM കാർഡ് ഉള്ളതെന്ന്. അപ്പോഴാണ് ഓന്റെ മുമ്പിൽ പലചരക്കു കടന്റെ ഷോപ്പിന്റെ ഷട്ടറാണ് പൊന്തിച്ച്. എന്നിട്ട് നമ്മൾ ഈ സൺസ്ക്രീൻ ഒക്കെ അപ്ലൈ ചെയ്യണ മാതിരി ഓന്റെ മുഖത്ത് ഒരു പ്രത്യേക തരം രാസവസ്തു ഒക്കെ അപ്ലൈ ചെയ്ത് കൊടുക്കണം. സൺസ്ക്രീൻ അപ്ലൈ ചെയ്തെടുത്ത ചെങ്ങായിനോട് ഞാൻ എക്സ്പീരിയൻസ് എങ്ങനെ ഉണ്ട് ചോദിച്ചിട്ടോ ഓൻ പറയാം, ഈ ലേസും നൂഡിൽസും വടാപ്പാവും അപ്പന്റെ ഒന്നായിട്ട് കൂട്ടി എങ്ങനെ ഉണ്ടാവും അതേമാതിരി ഒരു ചോയല്ലോ. ഇവൻകും സൺസ്ക്രീന് മുഖത്ത് ഫ്രീ ആയിട്ട് അപ്ലൈ ചെയ്ത് കൊടുക്കുന്നു വിചാരിച്ചാണ്ട് ഓൻ ഇങ്ങനെ കുറെ നേരം അങ്ങോട്ട് നോക്കി നിന്നിട്ട് ഈ കായില്ലാത്തോലെ ഇറച്ചിക്കണായിട്ട്. പക്ഷെ ഓനെ മൈൻഡ് ചെയ്യാതെ പോയി. എന്താ അറിയില്ല, സൺസ്ക്രീൻ കഴിഞ്ഞു വന്നിട്ട് നല്ല സാധനം എന്തെങ്കിലും അടിച്ചാണ്ട് നിലത്ത് ബോധമില്ലാതെ എടുക്കണോലാണെങ്കിൽ ഓൾക്ക് ഹോം ഡെലിവറി ഫ്രീ ആട്ടോ. ഓൾ തന്നെ അവിടെ വന്നാണ് നമ്മളെ മുഖത്ത് തേച്ച് പോയിക്കോളും. ഐസാ ആക്ടിവിറ്റീസ് മേരെ സാമനെ में देखा तो मैं आपका पूरा वीडियो में डालेगा. ഹിന്ദിയിൽ പറഞ്ഞ എന്തിനാ വെച്ചാലേ, മലയാളി ലീലാമലയാളൊന്നും മനുഷ്യന്മാരെ എങ്ങനെ ഇട്ടാണ് കാട്ടില്ല. ഇതൊക്കെ നോർത്ത് ഇന്ത്യയിലുള്ള ലീലാമലയാളം എങ്ങനെ കാട്ടില്ലേ. ഞാൻ മുതൽ ഒരു കാര്യം ചെയ്യാൻ പോവാ. എന്റെ മുമ്പിൽ പെട്ട ഇതേമായിട്ട് എല്ലാം ഞാൻ വീഡിയോയിൽ എടുത്താൻ പോവാ. നമ്മളെ ഇന്ത്യക്കാരെ വില ശല്യത്തിനൊന്നും രക്ഷിക്കാൻ കഴിയുമെന്ന് ഞാനൊന്ന് നോക്കട്ടെ. ഇന്നെ പേടിച്ചാണ്ട് ഇറ്റിങ്ങൾ ഇനി ഒരു ട്രെയിനിലും കയറൂല. ഈ ഒരു വീഡിയോ കണ്ടില്ല നിങ്ങള്? ഇതെന്താ വെച്ചാല്, ഇത് ഞാൻ ഈ ഡൽഹിയിൽ നിന്ന് നാട്ടിലേക്ക് വരുമ്പം അനുഭവിച്ചൊരു മോശമായ അനുഭവമാണ്. പക്ക ഭയങ്കര നിങ്ങൾ അതിൽ ചെയ്തൊക്കെ കണ്ടില്ലേ. പിന്നെ ഇത് ഞാനെന്ന് പറഞ്ഞാൽ ഇങ്ങനെ ഒരു സംഭവം എൻ്റെ ജീവിതത്തിൽ നടന്ന്, അപ്പൊ ഞാൻ ഇതൊരു വ്ളോഗായിട്ട് നമ്മൾ അവതരിപ്പിച്ചിട്ടതാണ് കുറച്ച് ഇതാക്കിയിട്ട്. അപ്പൊ നിങ്ങൾ അതിലെ സീനൊക്കെ കണ്ടാൽ നിങ്ങൾക്ക് മനസ്സിലാവും എത്രമാത്രം ബുദ്ധിമുട്ടി ഉണ്ടാവുന്നു. പക്ഷെ ഞാൻ എൻ്റെ വീഡിയോ ആയതുകൊണ്ട് ഞാൻ അതിൽ ഇന്ന വീഡിയോ കാണിക്കൂലല്ലോ, മനസ്സിലായ? വേറെ ഉള്ള ഇതാക്കിയ സംഭവങ്ങൾ ഞാൻ എന്ത് ചെയ്ത് ഇന്നൊരു ബോഗിന്ന് ഇതേമാതിരി കാട്ടി. അപ്പൊ എനിക്കെന്ന് പറഞ്ഞാല് ഒരു സാധനത്തിനോട് എനിക്ക് ദേഷ്യം വെച്ചിട്ടുണ്ടെങ്കിൽ പിന്നെ അനുസത് വീട്ടിയിട്ടേ പോവുള്ളൂ, അങ്ങനെ ഒരു ക്യാരക്ടറാണ്. അപ്പൊ ഞാൻ എന്ത് ചെയ്ത് അടുത്ത ബോഗി പോയി. എന്നിട്ട് അവിടെ എല്ലാ ഇന്ത്യക്കാരുടെ അടുത്തും ക്യാമറ വെച്ച്, അവിടെയും ഇവിടെ എല്ലായിടത്തും ക്യാമറ വെച്ച്, എന്നിട്ട് അങ്ങോട്ട് തൂറ്റിക്കാന്നല്ല, എന്നിട്ട് അങ്ങോട്ട് ഷൂട്ട് ചെയ്യൽ തുടങ്ങി. നേരത്തെ ഷൂട്ടിങ് അങ്ങനെ പിടിച്ചെടുത്താണിത്. ഇത് വ്ളോഗ് ഇട്ട് തന്നെ വേണം. അപ്പൊ ഇങ്ങനത്തെ ആൾക്കാരുടെ അടുത്ത് നമ്മൾ മോശമായിട്ട് പെരുമാറണം. നമ്മ മോശമായിട്ട് തന്നെ ഇടുള്ളൂ. പക്ഷെ നല്ല ഇതേമാതിരത്തെ ആൾക്കാർ, കമ്മ്യൂണിറ്റിയിലുള്ള ആൾക്കാർ വന്നിട്ടുണ്ടെങ്കിൽ നമ്മൾ നല്ല പോലെ സംസാരിക്കുക, അതത്രേ ഉള്ളൂ. ആൾക്കാർക്ക് അനുസരിച്ച് നമ്മൾ സംസാരിക്കുക. അറബിയിലൊരു ചൊല്ലുണ്ട്, ഖാത്തിബിൻ നാസാല കതിരി ഒക്കോലഹിം. ഓരോ ആൾക്കാരെ ബുദ്ധിക്ക് അനുസരിച്ച് നമ്മൾ പെരുമാറുക. ഞാൻ ഉദ്ദേശിച്ചത് എന്താണ്, എങ്ങനെയാണോ നമ്മളോട് പെരുമാറുന്നത് അതേമാതിരി നമ്മൾ തിരിച്ചും പെരുമാറുക, അത്രേ ഉള്ളൂ. നെക്സ്റ്റ്. പാന്റും ഷർട്ടും പിണങ്ങിയിരിക്കുവാണല്ലോ എന്ന്. ഇയാൾക്ക് എന്തിന്റെ അസുഖമാണ്? ആ ഷർട്ട് ഇട്ട് നോക്കിയാണ് ഇങ്ങനെ അങ്ങോട്ട് തിരിച്ചിട്ടാണ്ട്. ഏതോ നമ്മളെ സ്കൂളിലൊക്കെ ഉണ്ടാണ് കണക്ക് സാറുമായിരുണ്ടല്ലേ, ഏതോ നല്ല കുറിയൊക്കെ തൊട്ടാണ്, പാവ ഇൻഷാഡൊക്കെ ചെയ്തിട്ടുണ്ട്. പക്ഷെ ഷർട്ടിന്റെ ബട്ടണ് ഈ ഭാഗത്താന്ന് മാത്രം. പാന്റൊക്കെ കറക്റ്റ്, പള്ള കുറച്ച് ഉന്തിയിട്ട് ഒരു ഗ്ലാസ് വെള്ളം കുടിച്ചിട്ടുണ്ടെങ്കിൽ ആ കുടുക്ക് ഇങ്ങോട്ട് പൊട്ടു. ആ പാന്റിന്റെ ഈ കൊളത്തതാ അത് പൊട്ടു. പാവടാ, എന്തിനാടാ അവിടുത്തെ കളിയാക്കണ്? ഒഴിവാക്കി വിട്. ജീവിച്ച് പോട്ടറാ, ജീവിച്ച് പോട്ട് പാവടാ. നെക്സ്റ്റ്. നീ എന്നോട് പറഞ്ഞിട്ടില്ലേ ഇവന് നിനക്ക് ഇഷ്ടമാണെന്ന്? വേണ്ട, ന്യായീകരണങ്ങളൊന്നും വേണ്ട. എനിക്കെല്ലാം മനസ്സിലായി. നിനക്ക് സ്നേഹിക്കാൻ ഒരാള്, കല്യാണം കഴിക്കാൻ വേറൊരാള് അല്ലേ? ഇതില് എനിക്ക് ഇഷ്ടപ്പെട്ട എന്താ വെച്ചാല് ആ പെണ്ണിന്റെ അഭിനയാണ്. ആണാകുമ്പോ ഓക്കെ, ചെക്കനൊക്കെ. പെണ്ണാകുമ്പോഴാണ് ഒരുമാതിരി മറ്റേ വവ്വാലിന് ഏറ് തുടങ്ങിയാല് ഇങ്ങനെ ആക്കണുണ്ടോന്.
ഏതായാലും ആക്ടിങ് ആട്ടാ. എനിക്ക് കഴിയൂലല്ലോ അങ്ങനെ. നമ്മളങ്ങനെ ആലോചിച്ചാൽ മതി. ഒരാളെ കളിയാക്കുമ്പോ അപ്പം ആലോചിക്കണം എനിക്ക് കഴിയൂലല്ലോ അങ്ങനെ ആക്ട് ചെയ്യാൻ. ഇപ്പൊ ആണായിട്ട് ഓക്കെ, പെണ്ണായിട്ട് ഇങ്ങനെ മറ്റേതും കഴിയണല്ലോ. ഓനാണ് കണ്ടെത്തിയത്, അപ്പൊ ഓനെ കളിയാക്കാൻ പാടില്ല. എന്തിനാണ് അൻസ കളിയാക്കണേ? ഒഴിവാക്ക്. നെക്സ്റ്റ് ബ്രസീലത്തെ ഏതോ ഒരു 18 വയസ്സാവാത്ത ചെങ്ങായി കക്കാൻ പോയി. അങ്ങനെ അവനെ പോലീസ് പൊക്കി. അപ്പൊ 18 വയസ്സാണ് ഇതിന്റെ തലേന്നാണ് പോലീസ് പൊക്കിയത്. അപ്പൊ 18 വയസ്സാണ് വരെ കാത്തുനിന്ന്, 12 മണി വരെ കാത്തുനിന്ന്. എന്നിട്ട് പോലീസുകാർ പിടിച്ചിട്ട് ഹാപ്പി ബർത്ത്ഡേ ടു യു, കേക്കൊക്കെ മുറിച്ച് സന്തോഷത്തിൽ അവനെ പിടിച്ചാണ് ജയിലിൽ. എന്താല്ലേ ഇത്രയും വലിയ ഗതി കെട്ട എരപ്പ ജാതി ഈ നാട്ടിലുണ്ടാവില്ല. ചിലപ്പോ അവന്റെ വാപ്പിയും ഉമ്മയൊക്കെ 18 വയസ്സായില്ലേ, വല്ല കാറ് ബൈക്കൊക്കെ ഗിഫ്റ്റ് എടുക്കാൻ വേണ്ടി ഇങ്ങനെ നിൽക്കും. അപ്പോഴാവും പോലീസ് സ്റ്റേഷനിൽ നിന്ന് വിളി വന്ന്, ഹലോ നിങ്ങളെ മോനെ കറക്റ്റിട്ട് പിടിച്ചിട്ട് 18 വയസ്സാണ് ജയിലിലിട്ട് കേട്ടാണ്. ഓ പാവടാ, അങ്ങനെ ഒന്നും ഗതികേട് ആർക്കും വരാതെക്കട്ടെ, ആമീൻ. എന്റെ ഫോളോവേഴ്സിന് ഇങ്ങനെ ഒരു ഗതികേട് വരാതെക്കട്ടെ, ആമീൻ. ഗതികേട് എന്ന് പറയാൻ കാരണം എന്താ വെച്ചാലേ ഇതേമാതിരത്തെ ഗതികേട് നിങ്ങൾ ആലോചിക്കാണ്. നമ്മളെ തല നാരിയൊക്കെ നഷ്ടപ്പെടാന്നറിയില്ല ചില സംഭവങ്ങള്. അപ്പൊ ചിലപ്പോ ഇത് സ്ഥിരമായിട്ട് പോണോ, പക്ഷെ ഇന്ന് പോയപ്പോ പാവം ആലോചിച്ചിട്ടുണ്ടാവില്ല നാളെ 18 ആവും, ബർത്ത്ഡേ ഉത്തര വൈറലാവുന്നു. ഒരു തലവിധിയടാ, തലവിധി. മനസ്സിലായ? അതൊന്നും ഞമ്മക്ക് പഠിച്ചോന്റെ അടുത്താണ് അങ്ങനത്തെ കാര്യങ്ങളൊക്കെ. എന്നോട് കുറെ പേര് ചോദിച്ചു എങ്ങനെ ഉണ്ടായിരുന്നു ആര്യ ബിസിനസ്, അക്കൗണ്ടൻസി, കമ്പ്യൂട്ടറൊക്കെ എക്സാം, ലാംഗ്വേജ് സിമ്പിൾ ആണെന്ന് അറിയാം, എങ്ങനെ ഉണ്ടായിരുന്നു ആ എക്സാം എന്നൊക്കെ ചോദിച്ചു. അവരോടൊക്കെ ഒറ്റ വാക്കിൽ ഞാൻ പറഞ്ഞത് അതായിരുന്നു, പൊട്ടി. അത് അടിപൊളിയായിട്ടാ. ആ സിംപ്ലിസിറ്റി ഒക്കെയാണ് നിങ്ങള്. എന്നോട് കുറെ ആൾക്കാർ ചോദിച്ചു എങ്ങനെ ഉണ്ടായിരുന്നു ആര്യ എക്സാം ബിസിനസ് ഒക്കെയെന്ന്. എന്നിട്ട് ആ സാധനം എങ്ങനെയാണ് കുത്തി, എന്നിട്ട് തീ ഇങ്ങനെയാണ് കൊടുത്ത്, എന്നിട്ട് എറിഞ്ഞ്. അപ്പൊ നമ്മൾ വിചാരിച്ച അപ്പം പൊട്ടുന്ന്, പക്ഷെ പൊട്ടിയില്ല. എന്നിട്ട് ആളൊന്നും ഇങ്ങനെ നോക്കിയിട്ട് ഫോണൊക്കെ ഒന്ന് ഇങ്ങനെയാണ് തിരിച്ച്, അപ്പൊ ഇങ്ങനെ പൊട്ടണ്. ഏതാ സിംപ്ലിസിറ്റി? ഇജി എവിടെയെങ്കിലും എത്തുമുത്തേ. ഈ പെണ്ണത് ആര്യ ഇവളോ എന്തെങ്കിലും കഴിച്ചില്ലാവും. ഏതാ അവത് ഇപ്പൊ ബിസിനസ് എന്തൊക്കെ പൊട്ടിയതാണെങ്കിലും ആളെ ഹ്യൂമർ വന്ന വയ്യ. ഹ്യൂമർ സെൻസ് ഇടാ, അതിനാണ് ഹ്യൂമർ സെൻസ് എന്ന് പറയാം. എനിക്ക് ഇടക്കൊക്കെ ഹ്യൂമർ സെൻസ് ഉണ്ട് എന്നോട് ഓരോരുത്തർ പറയലുണ്ട്. പക്ഷെ ഞമ്മ അങ്ങനെ ടോപ്പ് ആവലൊന്നുമില്ല. ഞമ്മക്ക് ഹ്യൂമർ സെൻസിലൊക്കെ എന്ത് കിടക്കും. അപ്പൊ ഗൈസ് ഇന്നത്തെ വീഡിയോ ഇത്രേ ഉള്ളൂ. നമ്മ വീഡിയോ അവസാനിപ്പിക്കാൻ പോവാണ്. അപ്പം ഞാൻ എപ്പോഴും പറയണമാതിരി തന്നെ വീഡിയോ എല്ലാവരും കണ്ടതിന് ശേഷം ഇഷ്ടപ്പെട്ടിണെങ്കിൽ ഒന്ന് കമന്റ് ചെയ്യുക. അടിപൊളിയാണ് അത് ഇത് എങ്ങനെ ഇഷ്ടപ്പെട്ട ഭാഗങ്ങൾ എന്താന്നൊക്കെ ഒന്ന് കമന്റ് ചെയ്യുക. എനിക്കൊന്ന് പൊലിവ് ആവാനടാ. ഞാൻ കൺസിസ്റ്റന്റ് ആയിട്ട് വീഡിയോ ഇട്ടുകൊണ്ട് ശ്രമിച്ചുകൊണ്ട് നിൽക്കുകയാണ്. അപ്പൊ ഒരു 2-3 ദിവസം മുമ്പ് ഇട്ടിനി, പിന്നെ ഇന്നോട്ട് ഇനിയും ഇടാൻ നിങ്ങളെ സപ്പോർട്ട് വേണം. അപ്പൊ എല്ലാവരും ഓക്കെ നാഷിന്റെ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്ത് വെക്കുക, കമന്റ് ഇടുക. ഓക്കെ, അപ്പം എല്ലാവർക്കും ഹാപ്പി ന്യൂ ഇയർ. ഈ 2026 വർഷം എല്ലാവർക്കും അടിപൊളി അടിച്ച് പൊളിച്ച് ഫുള്ള് റിച്ചായി എല്ലാവരും കഴിച്ചില്ലാവട്ടെ. ഓക്കെ, എല്ലാവരും ശ്രദ്ധിക്കുക. പ്രത്യേകിച്ച് എൻ്റെ ഫോളോവേഴ്സിനോട് എന്തായാലും ഈ വർഷം ഭയങ്കര അടിപൊളിയാണ്. ഞാൻ ഫസ്റ്റ് പറഞ്ഞതിന് ലാസ്റ്റും പറയാണ്. ഒക്കെ നിങ്ങളെ സപ്പോർട്ടും കാര്യങ്ങളും എന്നും മനസ്സിലുണ്ടാവണം. ഓക്കെ, അപ്പം ബൈ ബൈ, ഹാപ്പി ന്യൂ ഇയർ ഗായ്സ്.